ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണം, ഉണ്ണികളുടെ ഓണം അല്ലേ? പിള്ളേരോണം എന്നൊക്കെ പറയും, ആവണിയാവട്ടം ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണികൾക്ക് സ്പെഷ്യലായിട്ടൊരു കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്താലോ? നല്ല സോഫ്റ്റ്, സ്മൂത്ത്, ടേസ്റ്റി ആയിട്ടുള്ള. അതിനായിട്ട് ആദ്യം ഞാൻ 2 കപ്പ് അരി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. 2 മണിക്കൂർ ഇട്ടിരുന്നു, 2 to 3 മണിക്കൂറൊക്കെ ഇടാം. അത് കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഒരു മിക്സിക്കകത്തോട്ടിട്ട് അതിനകത്ത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടു. അതിനോടൊപ്പം തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് കേട്ടോ. കൂടെ 2 പാളയം കുടമ്പഴവും പിന്നെ നമ്മൾ പാനിയാക്കി വെച്ചിരുന്ന ശർക്കരയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 2 മണിക്കൂറത്തേക്കിനും റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. ആ സമയത്തിന് നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് നെയ്യിൽ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് അരച്ച് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 2 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് കേട്ടോ. പിന്നെ എള്ളാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ 1 സ്പൂൺ എള്ള്, പിന്നെ കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് വറുത്ത് കോരിയെടുത്ത തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് എല്ലാം ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഉണ്ണിയപ്പം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണ ഒഴിക്കുന്ന 3/4 ഭാഗമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കാരണം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേന് ഇത് അവിടുന്ന് തുളുമ്പിപ്പോവും. അപ്പോൾ ഒത്തിരി നമ്മൾ നിറയെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ തുളുമ്പി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 3/4 ഭാഗം വരുന്ന രീതിക്ക് എല്ലാ തുളയിലും നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോൾ ഇതുപോലെ മാവ് ഓരോന്നിനകത്ത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഓരോ ഉള്ളിലെയും എണ്ണ ഇങ്ങനെ കവിഞ്ഞു പോയി അത് പാകത്തിനുള്ള രീതിയിൽ കിടന്നോളും. ഒരു സൈഡ് നന്നായിട്ട് വെന്തോന്ന് തോന്നുമ്പോഴത്തേക്കിനും മറിച്ചിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്, ടേസ്റ്റി, സൂപ്പറായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് അധികം വലിയ പണികളൊന്നും ഇല്ലാതെ മിക്സിയിൽ തന്നെ എല്ലാം ഇട്ട് ബാറ്ററൊക്കെ കറക്റ്റാക്കി റെഡിയാക്കി എടുക്കാവുന്ന നല്ല സ്വീറ്റ് ആൻഡ് എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്പെഷ്യൽ ഉണ്ണിയപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഉണ്ണിയപ്പം നമ്മുടെ ഉണ്ണികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ അല്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.